ഇപ്പം നമ്മൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതായത് ഈ ആധുനിക ജീവിത കാലയളവിൽ പുതിയ തൊഴിൽ സാഹചര്യം, അവിടെ തൊഴിലാളികൾ കൂടുതൽ അപ്ഡേറ്റഡ് ആവേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരുപക്ഷെ നമ്മുടെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് CITU ഒക്കെ തന്നെയുള്ള പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ AITUC, INTUC, ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കൊന്നും BMS-നും തൊഴിലാളികളെ ട്രെയിൻ ചെയ്യാനുള്ളൊരു പരിപാടിയൊന്നും ഇതുവരെ ആരംഭിച്ചായിട്ട് തോന്നുന്നില്ല. തീർച്ചയായും തൊഴിലാളികളും എല്ലാ മേഖലയിലും ആധുനികവൽക്കരണം വേണം. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ നിർദ്ദേശവും വളരെ സ്വാഗതാർഹമാണ്. നമ്മുടെ ട്രേഡ് യൂണിയനുകൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതാണ്. ഇത്തരം തൊഴിലാളികളെ ട്രെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് അത്തരം പുതിയ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ ഇടപെടേണ്ടത് എല്ലാം മാറേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില അഭിപ്രായങ്ങളോടുള്ള വിയോജിപ്പ്, കേരളത്തിൽ നമ്മൾ ഇനി ആലോചിക്കേണ്ടത്, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഏത് തരം വ്യവസായമാണ് ഇവിടെ വരേണ്ടത്, അല്ലെങ്കിൽ പുതിയ കാലത്തെ AI ടെക്നോളജി, അതുപോലെ തന്നെയുള്ള മറ്റ് ടെക്നോളജികൾ ബേസ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സാധ്യതകൾ കേരളത്തിലുണ്ട്. എനിക്കൊന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗദ്ധികമായ മനുഷ്യരെ സംഭാവന ചെയ്യാൻ പറ്റുന്ന ആദിമകാലം മുതലുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. ആ സാധ്യതകൾ നമുക്ക് എത്രത്തോളം ഇപ്പോൾ ലോകത്ത് എവിടെ പോയി നോക്കിയാലും മലയാളികൾ ആ സംരംഭങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ തൊഴിലാളികളോ സീനിയർ ഓഫീസർമാരോ ഒക്കെ ആയിട്ടുണ്ടാവും. അവരെയൊക്കെ ആ സാധ്യതകൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി പറ്റും, ഇതെല്ലാം ആലോചിക്കേണ്ടതാണ്. ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചില കാര്യം, അതാണ് നേരത്തെ മറ്റത്തൂരിൽ ശ്രീ അതുർകൃഷ്ണൻ ഇവിടെ പറഞ്ഞത്, സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടാകാം, ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാകാം. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ നമ്മുടെ നാടിൻ്റെ ആണല്ലോ, നാടിൻ്റെ പുരോഗതിയിൽ ഞാനത് തുടക്കത്തിൽ പറഞ്ഞു, ലോകത്തോട് മത്സരിച്ച് നിൽക്കാൻ കഴിയാവുന്ന നില ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ വെച്ചുകൊണ്ട് അതിനെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.